കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് നടന്ന ഞെട്ടിപ്പിക്കുന്ന അനുഭവം, അത് ഞാൻ പല പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവരൊന്നും ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കും കൂടി അറിയാനായിട്ട് എൻ്റെ ഒരു എന്താ പറയുക, പേഴ്സണലായിട്ടുള്ള അനുഭവമാണ്, ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കുമായി ഞാൻ ഷെയർ ചെയ്യാണ് വീണ്ടും. എത്ര പറഞ്ഞാലും ഗുരുവായൂരപ്പൻ്റെ വൈഭവങ്ങൾ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ അതൊന്നും പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതുപോലെ ഈ അനുഭവം പറഞ്ഞിട്ടും എത്രയും പറഞ്ഞിട്ടും മതിയാവുന്നില്ല. കാരണം അത് എന്നും ഓർത്തിരിക്കാൻ അതുപോലെ ഇഷ്ടമുള്ളൊരു അനുഭവമാണ്. അതുമാത്രമല്ല, അത് പറയുന്നത് കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതുപോലെ ഒരു എനർജിയും എനിക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് കേൾക്കുന്നവർക്കും അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വളരെ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ അനുഭവം പറയുകയാണ് കേട്ടോ. പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ തൊഴാൻ പോയിരുന്നു. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൂടെയാണ് തൊഴാൻ പോയത്. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അന്ന് തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഈ ഹെയർ ക്ലിപ്പുകളില്ലേ, തലമുടിയിലിടുന്ന ക്ലിപ്പുകൾ, അതെന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വേറെ സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്തു. അപ്പോൾ ആദ്യം ഇതൊക്കെ പർച്ചേസ് ചെയ്തു. വേറെ ഹെയർ ക്ലിപ്പല്ല, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ ഈ റിലേറ്റീവാണ് അതിൻ്റെ പണം കൊടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ ഇനിയും ഹെയർ ക്ലിപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ അവർ തന്നെ കൊടുക്കും. അപ്പോൾ അത് മോശമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണതിൻ്റെയും പൈസ അവർ കൊടുക്കുകയാണെങ്കിൽ, അവരെ കൊണ്ട് കൊടുപ്പിക്കുകയാണെങ്കിൽ അത് മോശമാണല്ലോ. അവരെന്ത് വിചാരിക്കും? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പോൾ വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ പോയിട്ട് അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങാം. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷാളിൻ്റെ പിന്നിലായിട്ട് എന്തോ കുരുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ 3 ഹെയർ ക്ലിപ്പുകൾ, അതും ചിത്രശലഭങ്ങളുടെ പോലെ നല്ല ഭംഗിയുള്ള പല കളറിലുള്ള 3 എണ്ണം എൻ്റെ ഷാളിൻ്റെ അറ്റത്ത് കുരുങ്ങിയിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇതെൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചതാണ് ഈ ഹെയർ ക്ലിപ്പുകൾ വാങ്ങണമെന്ന്. പക്ഷേ ഞാൻ വാങ്ങാതെ പോകുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പൻ അങ്ങനെ വാങ്ങാതെ പോകണ്ട, ഇതും കൊണ്ടുപോക്കോ, മനസ്സിൽ വിചാരിച്ച ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് തന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ ഹെയർ ക്ലിപ്പുകളും കൂടി കൊണ്ട് ഞാൻ അവിടെയുള്ള കടയിൽ ചോദിച്ചു. ഇനി ചിലപ്പോൾ ആരുടെയും കടയിൽ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അവർ പറയില്ലേ, ഇനി അത് മോഷ്ടിച്ചിട്ടുണ്ടോയി എൻ്റെ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ചിലപ്പോൾ ആൾക്കാർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണെങ്കിലോ, ഇനി എവിടെയെങ്കിലും പോയപ്പോൾ ഷാളിൽ ഉടക്കിയതാണെങ്കിലോ. അപ്പോൾ ഞാൻ കയറിയ കടകളിലൊക്കെ കയറി ചോദിച്ചു, നിങ്ങളുടെ ഹെയർ ക്ലിപ്പ് എങ്ങാനും വിൽക്കാൻ വെച്ചിരുന്ന് പോയിരുന്നോ എന്ന്. പക്ഷേ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കടക്കാരൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഹെയർ ക്ലിപ്പ് എൻ്റെ ഷാളിൽ കുരുങ്ങിയതാണ്, ഇത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അറിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, അത് എടുത്തോളൂ, അത് ഗുരുവായൂരപ്പൻ തന്നതായിട്ട് കരുതിയാൽ മതി. അത് ഈ 3 ഹെയർ ക്ലിപ്പല്ലേ, അതൊന്നും കടകളിൽ ഞങ്ങളുടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ പോയ കടകളിലൊന്നും ആരുടെയും പോയിട്ടില്ല. ഇതിപ്പോൾ എങ്ങനെ എൻ്റെ ഷാളിൽ കുരുങ്ങി എന്നുള്ളത് എനിക്ക് അത്ഭുതമായി. അപ്പോൾ അതെനിക്ക് എന്നും പ്രിയപ്പെട്ട അനുഭവമാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പോയി വരുമ്പോൾ ഞാൻ വാങ്ങണമെന്ന്. പോയി വരുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഷാളിൽ ഉടക്കി വെച്ചു. എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചില്ലേ, എനിക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് പോലെ നല്ല ഭംഗിയുള്ള ഹെയർ ക്ലിപ്പുകൾ. അത് ഞാൻ വളരെ കാലം ഉപയോഗിച്ചിരുന്നു. എനിക്ക് അത്ര പ്രിയപ്പെട്ടതായിരുന്നു. ഇത് എൻ്റെ ശരിക്കും ഉണ്ടായ അത്രയും ഞാനിപ്പോഴും പ്രിയപ്പെട്ടതായി കരുതുന്ന ഒരു അനുഭവമാണ് ഗുരുവായൂരപ്പൻ്റെ. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ വീട്ടിലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ പരിചയമുള്ളവർക്കും
അതുപോലെ തന്നെ അങ്ങനെ അറിയുന്നവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പല വീഡിയോകളിലൂടെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ എല്ലാത്തിലും ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു അനുഭവം ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഭക്തന് പാൽപ്പായസം തട്ടിപ്പോയ കഥ. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഭയങ്കര കണ്ണൻ്റെ കുറുമ്പ്. അതിലൊക്കെ നമ്മൾ ആലോചിക്കാത്ത വിധത്തിലുള്ള മായാജാലക്കാരനാണല്ലോ കണ്ണൻ. ശരിക്കൊരു കുട്ടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഗുരുവായൂരപ്പനെ ഒരു കുട്ടിയായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് അത്രയും പ്രിയപ്പെട്ട കണ്ണൻ്റെ ആ ഒരു അനുഭവങ്ങൾ പറയുന്നതും നമുക്ക് വളരെ പ്രിയകരമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ ആമസോണിൻ്റെ അഫിലിയേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ ഡിവോട്ടീസ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പ് എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ ഡിവോട്ടീസ് ചാനലിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ചാനലിൻ്റെ പേരിലുള്ള ഈ ഷോപ്പിൽ, ഗുരുവായൂരപ്പൻ ഭക്ത ചാനലിൻ്റെ പേരിലുള്ള ഈ ഷോപ്പിൽ ആമസോണിൻ്റെ അസോസിയേറ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ ഷോപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിൽ ഞാൻ കുറേ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ, കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ നല്ല റിവ്യൂസ് ഉള്ളത് നോക്കിയിട്ടാണ്, അതായത് ഒരുപാട് റിവ്യൂസുള്ള കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ നോക്കി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിളക്കുകൾ, പലതരത്തിലുള്ള വിളക്കുകൾ, ബ്രാസിൻ്റെ പിച്ചള കൊണ്ടുള്ള വിളക്കുകൾ, അത് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഐറ്റംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിവോട്ടീസിന് ആവശ്യമുണ്ടെങ്കിൽ, നല്ല റിവ്യൂസ് ഉള്ളത് നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നല്ല റിവ്യൂസുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്താൽ മതി. ഞാനപ്പോൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ആ ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്കത് അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. റിവ്യൂസൊക്കെ നോക്കിയിട്ട് നല്ല ഐറ്റംസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്താണെങ്കിലും, എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ ആഡ് ചെയ്യാം, സ്റ്റോറിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം. അത് ഏറ്റവും നല്ല റിവ്യൂസ് നോക്കി ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് ഞാൻ ആഡ് ചെയ്യാം. 5 സ്റ്റാർ റിവ്യൂസ്, 4 സ്റ്റാർ റിവ്യൂസൊക്കെ ഉള്ളത് നോക്കിയാണ് ഞാൻ മിക്കതും ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ ചാനലിൻ്റെ ലിങ്ക് താഴെ തരുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. കൃഷ്ണ ഐറ്റംസ് ഒരുപാടുണ്ട്, കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, പിന്നെ ദീപങ്ങളും ഒരുപാടുണ്ട്, പിന്നെ വേറെ ആക്സസറീസൊക്കെയാണ് വീട്ടിലേക്ക് ആവശ്യമുള്ളത്, ഫോണ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഇനി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ഇപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല റിവ്യൂസ് ഉള്ളത് നിങ്ങൾ നോക്കിയെടുക്കണ്ട, ഞാൻ നല്ല റിവ്യൂസ് ഉള്ളത് മാത്രം ആമസോണിൽ നിന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക്, കാരണം നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചെയ്യാൻ ഞാൻ ഒരു ഹെൽപ്പും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റോർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വരുമാനമൊക്കെ ഉള്ളത് എന്ത് വരുമാനം കിട്ടാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ഭഗവാനാണ്. അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. അപ്പോൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല കമൻസ് ആയാലും മോശം കമൻസ് ആയാലും കുഴപ്പമില്ല. നല്ല കമൻസ് ഇടുമ്പോൾ
ഞാൻ വിചാരിക്കുന്നത് അത് ഭഗവാൻ എനിക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നെ എൻകറേജ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി. പിന്നെ രണ്ടാമത് മോശം കമൻറ്റുകൾ ഇടുമ്പോൾ എനിക്ക് വിഷമമാവാറുണ്ട്. പക്ഷേ മോശം കമൻറ്റുകളാണല്ലോ നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ ഇല്ലാതായി പോവും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും തകർന്നു അങ്ങനെ കരുതുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊന്നും എനിക്കൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഈ കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മൾ ഒഴിവാക്കിയാലും, പക്ഷെ ആരൊക്കെ ഒഴിവാക്കിയാലും ഗുരുവായൂരപ്പനെ ഇതുവരെ ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിലയില്ലാത്തവരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ പക്ഷെ നമുക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എല്ലാ ഭക്തരും ഒരുപോലെയാണ്. കാരണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന അതേ വില തന്നെ മറ്റൊരാൾക്ക് ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണാനും ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഒരാളെ കണ്ടിട്ട് മൈൻഡ് വയ്ക്കാതെ ഇരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അവളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചിലാണെന്ന് കരുതേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടേതല്ലാത്ത ഒരു അപരാധം, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമല്ലാതെ ഒരു അപരാധമോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ, അല്ല എന്താ പറയുക, നമ്മുടെ മനസ്സിൽ നമ്മൾ പൂർണ്ണ ശുദ്ധരാണ് ഭഗവാന്റെ മുമ്പിൽ. നമ്മൾ ശുദ്ധനാണ് ഭഗവാന്റെ മുമ്പിൽ എന്നുണ്ടെങ്കിൽ വേറൊരാളെയും നമ്മൾ വില വയ്ക്കേണ്ട കാര്യമില്ല. അവർ പോണെങ്കിൽ പോട്ടെ, പക്ഷേ നമുക്കൊരാൾ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും. അത് ഭഗവാനായിരിക്കും. മനസ്സിലായല്ലോ? നമ്മളൊരു അപരാധവും ചെയ്യാത്തവരാണ്, ശുദ്ധരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നവരെ നമ്മളും ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനുണ്ട്. ഭഗവാൻ മാത്രമേ നമുക്ക് ചേരൂ. അതുകൊണ്ടാണ് അവർ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നത്. അവർ നമ്മൾക്ക് ചേരുന്നവരല്ല എന്ന് കരുതുക. അപ്പോൾ നമ്മുടെ മറ്റുള്ളവരെ കുറ്റം പറയാനൊന്നും പോകാതെ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ബിസിനസ് ഒന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ആമസോണിൽ അഫിലിയേറ്റായിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഇതൊക്കെ ഞാൻ എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും സംഭവമായിട്ട് കരുതാനോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പങ്ക് എന്തായാലും ഭഗവാന് മാറ്റി വെച്ചിട്ടുണ്ട് ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് ആമസോണിലുള്ള സ്റ്റോറും ഉണ്ട്. അതൊന്നും എനിക്ക് വേറെ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിലേക്ക് ആരെങ്കിലും ക്ഷണിക്കാൻ വേറൊരു ചാനലില്ല. ആകെ കൂടി ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതും കുറച്ച് ആൾക്കാരെ കമ്മ്യൂണിറ്റി ഉള്ളതും എനിക്ക് ഗുരുവായൂരപ്പൻ ചാനൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ചാനലിലുള്ള തന്നെ ഞാൻ ഈ അഫിലിയേറ്റായിട്ട് ഗുരുവായൂരപ്പൻ ഡിവോട്ടീസ് ചാനലിൽ തന്നെ ജോയിൻ ചെയ്തത് അഫിലിയേറ്റായിട്ട്. കാരണം കുറച്ച് ആൾക്കാർ കാണണമെങ്കിൽ ഇതിൽ മാത്രമേ ആൾക്കാരുള്ളൂ. വേറൊരു നിലയ്ക്ക് ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ഫീ വെച്ചും വലിയ രീതിയിലൊന്നും പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊന്നും പോകണമില്ല. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട്, എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഷോപ്പിൽ ആഡ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. പിന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് മാത്രം കമൻറ്റ് ഇടരുത്. പിന്നെ മോശം കമൻറ്റുകളെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള സഭ്യമല്ലാത്ത ഭാഷയിലുള്ള കമൻറ്റുകളൊന്നും ദയവായി ഇടരുത്. അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് പോളിസിക്ക് എതിരാണ് അങ്ങനത്തെ കമൻറ്റുകൾ. പിന്നെ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ മാത്രം ഇടാൻ നോക്കുക. പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് രീതി അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഒരാളെ താഴ്ത്തി കെട്ടാനോ ഒരാളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനോ പരസ്യമായിട്ട് അപമാനിക്കാനോ അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റുകളൊന്നും ആരും ഇടാതെ നോക്കുക. അപ്പോൾ സ്റ്റോറിൻ്റെ ലിങ്ക്, ആമസോണിലെ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കയറിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. അതിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണ വിഗ്രഹവും വിളക്കുകളും വേണമെങ്കിൽ അതിലുണ്ട്. ഇനിയിപ്പോൾ ചില വിളക്കുകൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത് നിങ്ങളുടെ ഡിമാൻഡ് ഇതിനടിയിൽ അടിച്ചിടാം. അപ്പോൾ ഞാൻ ലിങ്ക് തരാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് അതുപോലെ ആഡ് ചെയ്യാം.
ആമസോണിൽ നോക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.